നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ തങ്ങളുടേതായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നുണ്ട്. കൃത്യമായിട്ട് അന്ന് പഹൽഗാം ആക്രമണം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഇതിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും പാകിസ്ഥാൻ ഇത് തങ്ങളല്ല, അല്ലെങ്കിൽ ഇതിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൈയൊഴിയുന്നതാണ് കണ്ടത്. എന്നാൽ പിന്നീട് ഇന്ത്യ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയപ്പോഴാണ് പാകിസ്ഥാന്റെ പങ്ക് പതുക്കെ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയത്. ഇത് പാകിസ്ഥാൻ തന്നെയാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇന്ത്യക്കില്ലായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അപ്പോഴൊക്കെ ഈ ഭീകരരെ തങ്ങളല്ല സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ വളർത്തുന്നത് തങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ അതിനുള്ള കൂടുതൽ തെളിവുകൾ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മറ്റു തെളിവുകളും കൂടി രംഗത്ത് വരികയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള സൈഫുള്ള അഹമ്മദ് കസൂരിക്കൊപ്പം വേദി പങ്കിട്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടി നേതാവ്. ഒരു കൊടും ഭീകരനും ആ നാട്ടിലെ ഒരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാവാണ് ഒരേ വേദി പങ്കിട്ടിരിക്കുന്നത്. ഇത്രയും വലിയ തെളിവ് പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് ആ രാജ്യത്തിനെ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനെ വിളിച്ചു പറയാൻ തോന്നുന്നത് തങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ലെന്ന്? ഇന്ത്യ തിരയുന്ന ഒരു കൊടും ഭീകരനാണ് ആ നാട്ടിലെ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിട്ട് ഒരേ വേദി തന്നെ പങ്കിട്ടിരിക്കുന്നത്. ലാഹോറിൽ അടുത്തിടെ നടന്ന ഒരു റാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി സ്പീക്കർ മാലിക് അഹമ്മദ് ഖാനാണ് കൊടും ഭീകരനുമൊത്ത് വേദി പങ്കിട്ടത്. പാകിസ്ഥാനിലെ ആണവ പരീക്ഷണങ്ങളുടെ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദും സമ്മേളനത്തിൽ പങ്കെടുത്തു. വീഡിയോ 51 സെക്കൻഡ് സമയത്തിലെത്തുമ്പോൾ സൈഫുള്ളയെന്നും മാലിക് അഹമ്മദ് ഖാനെയും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയും. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെയും ഭീകര നേതൃത്വത്തിന്റെയും അവിശുദ്ധ ബന്ധത്തിന് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഈ പറയുന്ന വീഡിയോ. സൈഫുള്ള അഹമ്മദ് കസൂരി ലഷ്കർ ഇ ത്വയ്ബ ഉന്നത കമാൻഡറാണ്. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ ത്വയ്ബയുടെ ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു. മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും കസൂരി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ നിഗമനം. ഹഫീസ് സയ്യിദുമായി അടുപ്പമുള്ളയാളാണ് സൈഫുള്ള കസൂരി. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളിലെ ഒത്തുചേരലുകളിൽ കസൂരി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പഞ്ചാബിലെ കങ്കൻപൂരിലുള്ള ഒരു പാകിസ്ഥാൻ സൈനിക താവളത്തിൽ ഇയാൾ സന്ദർശനം നടത്തിയതായും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. അബോട്ടാബാദിൽ നൂറുകണക്കിന് യുവ ഭീകരർ പങ്കെടുത്ത പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും സൈഫുള്ള ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അന്ന് ഇന്ത്യ അറ്റാക്ക് നടത്തുമെന്നുള്ള ചില സൂചനകളൊക്കെ പാകിസ്ഥാനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള കൊടും ഭീകരർക്ക് അവരുടെ സുരക്ഷ ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. അതായത് ഒരു യുദ്ധം ഒരു രാജ്യത്തുണ്ടാകാൻ പോകുമ്പോൾ മുന്നിൽ നിന്ന് പോരാടാൻ സൈനികരുണ്ടാവും. പക്ഷെ അവരൊക്കെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ ഭരണ സംവിധാനം തന്നെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനപ്പുറം അവിടെയുള്ള ഇത്തരത്തിലുള്ള കൊടും ഭീകരരെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇരട്ടി സുരക്ഷ നൽകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സൈനികർ ഇവിടെ നെഞ്ചുവിരിച്ച് കാവലായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ഇങ്ങോട്ട് ഡ്രോൺ അറ്റാക്ക് നടത്തിയപ്പോഴൊക്കെ നമ്മൾ ഇവിടെ വളരെ മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിയത്. ഏതായാലും പാകിസ്ഥാന്റെ പൊള്ളത്തരങ്ങൾ ഒന്നും കൂടി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ കൊടും ഭീകരനുമായിട്ട് വേദി പങ്കിട്ടിരിക്കുന്നത്. ഇനി എന്താണ് ഇവർ ഈ ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ ഈ കൊടും ഭീകരരൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഈ ലാഹോറിൽ ഇത്തരത്തിൽ ഒരുമിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇന്ത്യ അടക്കം കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. അതേസമയം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി ഉയർത്തിക്കാട്ടിയുള്ള പാകിസ്ഥാന്റെ പ്രചാരണത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടി സൗദി സന്ദർശനത്തിൽ AIMIM മേധാവിയും ഹൈദരാബാദ് MP യുമായ അസദുദ്ദീൻ ഒവൈസി 240 ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതരുണ്ടെന്നും അദ്ദേഹം സൗദി അധികൃതരുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. ഒരു മുസ്ലിം രാജ്യമായതിനാൽ ഇന്ത്യ തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണമാണെന്ന് ഒവൈസി പറഞ്ഞു.
പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെയല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന 240 ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട്. ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ്. അവർക്ക് അറബി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയും. തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേഷ്യയിൽ സ്ഥിരത ഉണ്ടാകുമെന്ന് ഒവൈസി കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആഗോള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ സന്ദർശിക്കുന്നതിനിടെയാണ് ഒവൈസി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കാമായിരുന്നു. പക്ഷെ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. ആ പാതയിലൂടെ പോകാൻ തങ്ങളെ നിർബന്ധിക്കരുതെന്ന് പറയാൻ തങ്ങൾ ആഗ്രഹിച്ചു. 9 ഭീകര സംഘടനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു. ഭീകരവാദ ഫണ്ടിംഗ് തടയുന്നതിനെ പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകര പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ പങ്കിന് വ്യക്തമായ തെളിവുണ്ടെന്നും ഒവൈസി വിശദീകരിച്ചു. US ഭീകരനായി പ്രഖ്യാപിച്ചയാൾക്കൊപ്പം പാക് സൈനിക മേധാവി അസീം മുനീർ വേദി പങ്കിട്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് തെളിയിക്കാനായി ഒരു ചിത്രവും ഒവൈസി പുറത്തുവിട്ടിട്ടുണ്ട്. ഭീകരനായ മുഹമ്മദ് ഇസാനൊപ്പമാണ് പാക് സൈനിക മേധാവി പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് തെളിവായി അസീം മുനീർ ഇയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുന്ന ചിത്രങ്ങളുണ്ടെന്നും ഒവൈസി പറഞ്ഞു. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നതുമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി സാജിദ് മിറിന് അനുകൂലമായി പാകിസ്ഥാൻ നുണ പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ സാജിദ് മിറിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ജീവിച്ചിരിക്കുന്നില്ലെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചത്. പിന്നീട് നടന്ന FATF യോഗത്തിൽ മിർ ജീവിച്ചിരിപ്പുണ്ടെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ഇതോടെ മിർ മരിച്ചെന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞത് കളവാണെന്നും വ്യക്തമായതായി ഒവൈസി പറഞ്ഞു. മിറിനെ പല ഇന്ത്യൻ കോടതികളും ശിക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇയാൾ സ്വതന്ത്രനായി നടക്കുകയാണ്. പത്താൻകോട്ട് ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ പോയി ഭീകരാക്രമണത്തിൽ പാക് പങ്കിനെ കുറിച്ചുള്ള തെളിവുകൾ നൽകണമെന്ന് മോദി അറിയിച്ചതാണ്. എന്നിട്ടും തെളിവുകൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെന്നും ഒവൈസി ആരോപിച്ചു. ഇന്ത്യക്കെതിരായ ഓപ്പറേഷൻ ബനിയൻ അൽ മാസിന്റെ വിജയമെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ സമ്മാനിച്ചതിനെയാണ് ഒവൈസി നേരത്തെ പരിഹസിച്ചിരുന്നത്. ഇന്ത്യക്കെതിരായ ഓപ്പറേഷൻ ബനിയൻ അൽ മാസസ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 2019 ചൈനീസ് സൈനിക അഭ്യാസത്തിന്റെ ഒരു ചിത്രമാണ് കരസേനാ മേധാവി അസീം മുനീർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സമ്മാനിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം വ്യാപകമായ ട്രോളുകൾ ഏറ്റുവാങ്ങി. ഫോട്ടോഷോപ്പ് ചിത്രം എന്നാണ് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇതിനെ പരിഹസിച്ചത്. പാകിസ്ഥാന് കാര്യങ്ങൾ ശരിയായി പകർത്താൻ പോലും തലച്ചോറില്ലെന്നും ഇന്ത്യയുമായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒവൈസിയും ഈ ട്രോളുകളിൽ പങ്കുചേർന്നു. ഏതായാലും കൃത്യമായിട്ടുള്ള നമ്മുടെ പ്രതിനിധി സംഘങ്ങളൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിലപാടും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എങ്ങനെ നടത്തിയെന്നും ഇനി അങ്ങോട്ടുള്ള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യ എടുക്കാൻ പോകുന്ന ശക്തമായ നിലപാടുകളെ കുറിച്ചിട്ടുള്ള അവരുടെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യക്കുള്ളിൽ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ഈ പ്രതിനിധി സംഘത്തിന്റെ യാത്രയൊക്കെ തന്നെ. ഏതായാലും ഭീകരതയെ ഞങ്ങൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇതേ പാകിസ്ഥാൻ തന്നെയാണ് ഭീകരർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നത്.